ഹായ് കൂട്ടുകാരെ, നമ്മൾ 6ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായമായിട്ടുള്ള വോളിയം അഥവാ വ്യാപ്തം എന്ന അധ്യായമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. ശേഷം ഇനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? വ്യാപ്തം, ചതുരക്കട്ട അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത് ചെയ്തത്, പഠിച്ചത്. ആ ഇക്വേഷനിൽ ഒരു ഓർമ്മ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായിരുന്നു? വോളിയം അഥവാ വ്യാപ്തം സമം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ചിത്രത്തിൻ്റെ ഈ ചതുരക്കട്ട നിങ്ങൾ ടെക്സ്റ്റ് നല്ല വൃത്തിയിൽ തന്നെ വരയ്ക്കണം. ഈ ചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കണം. ഏതാണ് ഇത്? നീളം, വീതി, ഉയരം. നമുക്കൊന്ന് കണ്ടുനോക്കാം. ചിത്രത്തിൽ ഞാൻ 1 എന്ന നമ്പർ കൊടുത്ത് ഇതിന് 2 എന്ന നമ്പർ കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൻ്റെ വ്യാപ്തം അഥവാ വോളിയം സമം ഇതിൻ്റെ നീളം എത്രയാണ്? 10, വീതി 6, ഉയരം 4. നമുക്ക് എഴുതാം 10 × 6 × 4. 10 × 6 60. 60 × 4. ഇത് ഗുണിച്ച് നോക്കാതെ നമുക്ക് പറയാൻ ശ്രമിക്കണം. 6 × 4 എത്രയാണ്? 6 4 24. ഒരു 0 ഉണ്ട്, അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. ഉത്തരം എത്രയാണ്? 240. ഇതിൻ്റെ യൂണിറ്റ് നമുക്ക് എങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു? സെൻറ്റിമീറ്റർ ആണെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ, മീറ്റർ ആണെങ്കിൽ ക്യൂബിക് മീറ്റർ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, എഴുതാറ്. നമുക്ക് എഴുതാം ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് മീറ്റർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. സെൻറ്റിമീറ്റർ മലയാളത്തിൽ എഴുതുമ്പോൾ ക്യൂബിക് ഘന സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിലാണെങ്കിൽ എല്ലാം സെൻറ്റിമീറ്റർ തന്നെ എഴുതുക. മീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്ററിൻ്റെ പകരം എന്ത് ചെയ്യുക, മീറ്റർ എന്ന് എഴുതുക. ഈ രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കാം. വ്യാപ്തം അഥവാ വോളിയം. ഇതിലൊപ്പം പറഞ്ഞു നോക്കുക കൂട്ടുകാർ. ഇതിൽ നീളം എത്രയാണ്? 3. വീതി ഇവിടെ 2 ആണ്, മാറ്റി എഴുതാം 2 സെൻറ്റിമീറ്റർ. 2 ഉയരം 2. അപ്പോൾ എങ്ങനെ എഴുതുക? 3 × 2 × 2. 3 × 2 എത്രയാണ്? 6. 6 × ഇവിടെ എത്രയുള്ളത്? 2. 6 × 2. 6 × 2 12. എല്ലാതും സെൻറ്റിമീറ്ററിലാണ് അല്ലേ? അപ്പോൾ ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മലയാളത്തിൽ ഘന സെമി പറഞ്ഞ സെൻറ്റിമീറ്ററിൻ്റെ ഷോർട്ട് ഫോം. ഇതാണ് ഈ 2 ചിത്രങ്ങളിൽ വരുന്ന ചിത്രങ്ങളുടെ വോളിയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പേജ് നമ്പർ 40 4 ചതുരക്കട്ടകൾ കൊടുത്തിട്ടുണ്ട്. ആ ചതുരക്കട്ടകളുടെ നീളം, വീതി, ഉയരം എന്നിവ എന്ത് ചെയ്യാണ് വേണ്ടത്? കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ആദ്യ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ നീളം, വീതി, ഉയരം. നമുക്ക് നീളം എത്ര വരുന്നത് വെച്ചാൽ 7 ചിത്രം എന്ത് ചെയ്യാം? സ്ക്രീനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വ്യാപ്തം. ഇക്വേഷൻ എന്താണ്? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇംഗ്ലീഷിലൊപ്പം പറയുക. വോളിയം സമം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ചിത്രം സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ആദ്യ ചിത്രത്തിൽ നീളം എത്രയാണ് വരുന്നത്? 7 ഇൻറ്റു വീതി 4, ഉയരം 1. അപ്പോൾ ഗുണിച്ച് നോക്കാം. 7 × 4 7 4 28. 28 × 1 28. എല്ലാതും സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ക്യൂബിക് സെൻറ്റിമീറ്റർ, ഘന സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ നീളം എത്രയാണ്? 6,
വീതി 3, ഉയരം എത്ര തന്നെയാണ് 3. രണ്ടാം ചിത്രത്തില് നീളം 6, വീതിയും ഉയരവും എത്രയാണ് 3. അപ്പോൾ നമുക്ക് ഗുണിക്കാം 6 × 3 18, 18 × 3 ഗുണിക്കാം 3 × 8 3 24, 24 4 ശിഷ്ടം അല്ലെങ്കിൽ മിച്ചം 2, ഒരു 3 3 3 കൂടി 2 കൂട്ടിയ 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക 54 ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 54 ഘന സെൻറ്റിമീറ്റർ എന്ന് എഴുതണം. ഇനി മൂന്നാം ചിത്രം നോക്കി നോക്കൂ. ഇത് രണ്ടെണ്ണം പോലെയല്ല, അതിൻ്റെ എല്ലാ വശങ്ങളും എന്താണ് നീളവും വീതിയും ഉയരവും എല്ലാതും സെയിം ആണ് അല്ലേ. എത്ര വീതമാണ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നീളവും ഉയരും വീതി എത്രയായിരിക്കും 5. 5 × 5 × 5 5 × 5 25, 25 × 2 5 ഗുണിച്ച് നോക്കാം. 5 × 5 25, 5 റിമൈൻഡർ മിച്ചം 2, 2 × 5 10, 10ഉം 2ഉം 12. നമുക്ക് കിട്ടി 125 ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഘന സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. നാലാം ചിത്രം നോക്കാം. അതിൻ്റെ നീളം എത്രയാണ് 5, വീതി 4, ഉയരം എത്രയാണ് 5. നമുക്ക് ഗുണിക്കാം 5 × 4 20, 20 അല്ലേ. 20 × 5 ആണ് ബാക്കിയുള്ളത്. 2 × 5 എത്രയാണ് 10. ഇവിടെ എത്ര പൂജ്യം ബാക്കിയുണ്ട്, ഒരു പൂജ്യമല്ലേ ഉള്ളൂ. ആ പൂജ്യം ഇട്ടിരിക്കുക, ഗുണിക്കായിട്ട് നമുക്ക് ഉത്തരം കിട്ടി 100 ക്യൂബിക് സെൻറ്റിമീറ്റർ അഥവാ 100 ഘന സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. ഇതാണ് പേജ് നമ്പർ 40 വരുന്ന 4 ചിത്രങ്ങളുടെ വോളിയം അഥവാ വ്യാപ്തം എന്ന് പറഞ്ഞാൽ. ഇനി പേജ് നമ്പർ 40 2 ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. ആ 2 ചോദ്യങ്ങളും ഞാൻ എന്ത് ചെയ്യാം, സ്ക്രീനിൽ ഷെയർ ചെയ്യാം. നമുക്ക് ഉത്തരം എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഒരു ഇഷ്ടികയുടെ നീളം 21 സെൻറ്റിമീറ്ററും 15 സെൻറ്റിമീറ്റർ വീതിയും 7 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. അതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കണം. ഇഷ്ടിക അറിയൂലോ. അപ്പോൾ ഇഷ്ടികയ്ക്ക് നീളം നീളം എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് 21 സെൻറ്റിമീറ്റർ, വീതി എന്താ പറയുക ബ്രെഡ്ത്ത് 15 സെൻറ്റിമീറ്റർ, ഉയരം ഹൈറ്റ് സമം 7 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ആ ചതുരക്കട്ടയുടെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, വ്യാപ്തം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താ, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. അപ്പോൾ വ്യാപ്തം വോളിയം സമം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. നമുക്ക് ഇക്വേഷനിൽ കൊടുക്കുക 21 × 15 × 7. ആദ്യം 21ഉം 15ഉം തമ്മിൽ ഗുണിക്കുക. 1 × 5 5, 2 × 5 10 പ്ലസ് 1 × 1 1, 1 × 2 2 കൂട്ടാം 5 1 3. അപ്പോൾ നമുക്ക് രണ്ടും തമ്മിൽ ഗുണിച്ചപ്പോൾ 315 കിട്ടി. ഇൻറ്റു 7 ഇൻറ്റു 7, 7 × 5 35, 5 ബാക്കി 3, 1 7 7, 8 9 10, 10ന് 0 ബാക്കി 1, 3 7 21, 21 22, 2205 എല്ലാതും സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഘന സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഒന്ന് വായിക്കാം. ഒരു ഇരുമ്പ് കട്ടൻ കൊണ്ടുണ്ടാക്കിയ ഒരു സമചതുരക്കട്ടയുടെ ഒരു വശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ വ്യാപ്തം എത്രയാണ്? ഒരു ഘന സെൻറ്റിമീറ്റർ ഇരുമ്പിൻ്റെ ഭാരം 8 ഗ്രാമാണ്. ഈ കട്ടയുടെ ഭാരം എത്രയാണ്? നമ്മളോട് പറഞ്ഞിരിക്കുന്ന കട്ട എന്ന് പറഞ്ഞത് സമചതുരക്കട്ടയാണ്, അതായത് ക്യൂബാണ്. ക്യൂബിൻ്റെ പ്രത്യേകത നമ്മൾ റുബിക്സ് ക്യൂബൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് തന്നെ ആ റുബിക്സ് ക്യൂബിൻ്റെ പ്രത്യേകത എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്
ഇതാണ് റുബിക്സ് ക്യൂബ് എങ്കിൽ, ഇതൊരു റുബിക്സ് ക്യൂബ് ആണ് എങ്കിൽ ഇതിൻ്റെ എല്ലാ സൈഡ്സും എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ആണ്. അപ്പം നീളം 8 ആയിരിക്കും, വീതി 8 ആയിരിക്കും, ഉയരം 8 ആയിരിക്കും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വീതി എത്രയാണെന്ന്, ഉയരം 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാതും എന്തായിരിക്കും 8 ആയിരിക്കും. അപ്പം നമുക്ക് എഴുതാം നീളം ലെങ്ത് സമം 8 സെൻറ്റിമീറ്റർ, വീതി ബ്രെഡ്ത്ത് സമം 8 സെൻറ്റിമീറ്റർ, ഉയരം ഹൈറ്റ് സമം 8 സെൻറ്റിമീറ്റർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. നമുക്ക് വോളിയം കാണാം. വോളിയം വ്യാപ്തം സമം 8 ഇൻറ്റു 8 ഇൻറ്റു 8, 8 ഇൻറ്റു 8 8 64, 64 ഇൻറ്റു 8 ഗുണിച്ച് നോക്കാം. 64 ഇൻറ്റു 8, 6 8 4 8 32, 2 ബാക്കി 3, 8 6 48, 48ഉം 3ഉം 48ഉം 3ഉം 51. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 512 ഘന സെൻറ്റിമീറ്റർ, അതായത് ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 8 ഗ്രാം എന്തിൻ്റെ വെയിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 ഘന സെൻറ്റിമീറ്റർ ഇരുമ്പിൻ്റെ ഭാരം എത്രയാണ്? 8 ഗ്രാം. അതായത് ഇവിടെ എത്രയാണ്? 512 ഘന സെൻറ്റിമീറ്റർ ആണ്. 1 ഘന സെൻറ്റിമീറ്ററിൻ്റെ ഭാരം എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? 8 ഗ്രാം. നമുക്ക് എഴുതാം 1 ഘന സെൻറ്റിമീറ്ററിൻ്റെ ഭാരം സമം 8 ഗ്രാം. വെയിറ്റ് ഓഫ് 1 ക്യൂബിക് സെൻറ്റിമീറ്റർ എത്രയാണ്? 8 ഗ്രാം ആണ്. 8 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 512 കട്ടയുടെ ആകെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ വെയിറ്റ്, ആകെ ഭാരം സമം 1 ഘന സെൻറ്റിമീറ്ററിൻ്റെ ഇരുമ്പ് കട്ടയുടെ ഭാരം 8. അപ്പോൾ 512 കട്ടയുടെ ആകുമ്പോൾ 512 ഇൻറ്റു 8 നമുക്ക് ഗുണിച്ച് നോക്കാം. 512 ഇൻറ്റു 8, 2 ഇൻറ്റു 8 16 6 ബാക്കി 1, 1 8 8 1 9, 5 ഇൻറ്റു 8 40, 4096 എന്തായിരിക്കും? ഗ്രാം ആയിരിക്കും 512 കട്ടയുടെ ഭാരമെന്ന് പറഞ്ഞാൽ. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. പേജ് നമ്പർ 41 നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യാണ്ട് ഈ ബോക്സ് ഫില്ല് ചെയ്തിട്ട് ഈ ചോദ്യങ്ങൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പം നമുക്ക് ആ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ 3 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ നീളം, വീതി, ഉയരം തന്നിട്ടുണ്ട്. വ്യാപ്തം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുക? 3 തമ്മിൽ ഗുണിക്കുക. 3 ഇൻറ്റു 8 ഇവിടെ ചെയ്യാം നമുക്ക്. ഒന്നാം ചോദ്യം 3 ഇൻറ്റു 8 3 8 24, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നമുക്ക് 3 ഇൻറ്റു 8 ഇൻറ്റു 7, 3 8 24, 24 ഇൻറ്റു 7, 4 7 28, 8 ബാക്കി 2, 2 7 14, 15 16, 168 ആയിരിക്കും ആദ്യത്തെ ചോദ്യത്തിലുള്ള വ്യാപ്തം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ എഴുതാം 168 ഘന സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ നീളം 6, വീതി 4, ഉയരം 5. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വ്യാപ്തം കണ്ടുപിടിക്കണം. ഡാഷ് ഉണ്ട് ക്വസ്റ്റ്യനിൽ. ഘന സെൻറ്റിമീറ്റർ, അതായത് ക്യൂബിക് സെൻറ്റിമീറ്റർ. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ടാമത്തെ ഇവിടെ ചെയ്യാം. 6 ഇൻറ്റു 4 24. അപ്പോൾ 6 ഇൻറ്റു 4 ഇൻറ്റു 5, 6 4 24, 24 ഇൻറ്റു 6 4 24 ഇൻറ്റു 5, 5 4 20 0 ബാക്കി 2, 2 5 10 2 12, 120 ഘന സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി മൂന്നാം ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാം ചോദ്യം എന്ന് പറഞ്ഞാൽ നീളം 6, വീതി 4, ഉയരം
തന്നിട്ടില്ല. പക്ഷെ വ്യാപ്തം തന്നിട്ടുണ്ട് 48 ഘന സെന്റിമീറ്റർ, ക്യൂബിക് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, അതാണ് നമുക്കിനി എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. ഞാനിതിൻ്റെ ഇവിടെ ചെയ്യാം. 3 നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു വോളിയം അല്ലെങ്കിൽ വ്യാപ്തം. ലെങ്ത് എത്രയെന്ന് അറിയാം ക്വസ്റ്റ്യനിൽ? 6, ബ്രെഡ്ത്ത് 4, ഹൈറ്റ് അറിയില്ല, അപ്പം അതുപോലെ അത് എഴുതുക. h സമം വോളിയം എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 48 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 6 × 4, 6 4 എത്രയാണ്? 6 4 24. അപ്പോൾ 24 ഇൻറ്റു h സമം 48. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ 48 ഉണ്ട്, 24. ഇവിടെ നമുക്ക് h അല്ലേ വേണ്ടത്. ഇതിൻ്റെ അർത്ഥം 24 ഇൻറ്റു h എന്നാണ്. അപ്പോൾ ഗുണിക്കണം 24നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? ഹരിക്കണം. അപ്പം ഇവിടെ ബാക്കി ഉണ്ടാവുക h സമം 48 ഹരിക്കണം 24. അപ്പോൾ സംശയം വന്ന് അല്ലേ? അപ്പോൾ നമുക്കൊന്ന് ഹരിച്ചു നോക്കാം. 48 ഹരിക്കണം 24. നമുക്ക് 24 ഗുണപ്പട്ടികയിൽ 48 കിട്ടണോ നോക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം 24 ഇൻറ്റു 2, 24 48 ആണ്. അപ്പോൾ 24 ഒരു 24 ഇൻറ്റു 2 ഗുണിച്ച് നോക്കാം. 2 4 8, 2 2 4. നമ്മൾ 24 ഗുണപ്പട്ടികയിൽ 48 ഉണ്ടെന്ന് നോക്കണം. 2 4 8, 2 2 4, 2 ഇൻറ്റു 24 48 കിട്ടി. കുറയ്ക്കുമ്പോൾ 0. അപ്പോൾ എത്രയായി? ഹൈറ്റ് 2 ആയി. അപ്പോൾ നമുക്ക് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് ഈ 2 കൂടെ എഴുതി ഗുണിച്ച് നോക്കാം. 6 4 24, 24 ഇൻറ്റു 2 48 കിട്ടി. ഇതാണ് 3-ാമത്തെ ചോദ്യം. 4-ാമത്തെ ചോദ്യത്തിൽ നീളം 8, വീതി അറിയില്ല, ഉയരം 2, വ്യാപ്തം അറിയാം. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷനിൽ 8 ഇൻറ്റു വീതി അറിയില്ല, അപ്പോൾ അതുപോലെ എഴുതുക, ഇൻറ്റു 2 സമം 48. 8 ഇൻറ്റു 2 എത്രയാണ്? 8 ഇൻറ്റു 2 16. 16 ഇൻറ്റു ബി സമം 48 എന്ന് കിട്ടും. ഇതൊരു ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ബി കണ്ടുപിടിക്കാൻ 16നെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എന്തായി? ഹരിക്കലായി. ബി സമം 48 ഹരിക്കണം 16. അർത്ഥം എന്താ? 16ന്റെ ഗുണപട്ടികയിൽ 48 ഉണ്ടോ നോക്കണം അല്ലേ? അപ്പോൾ നമുക്ക് 48 ഹരിക്കണം 16. 16 ഇൻറ്റു 2, 2 × 6 12, 2 ബാക്കി 1, 2 2 32 കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് 16 ഇൻറ്റു 3 ഗുണിച്ച് നോക്കാം. 3 × 6 18, 8 ബാക്കി 1, ഒരു 3 3 1 4. അപ്പോൾ 3 ഇൻറ്റു 16 48 കിട്ടി അല്ലേ? അപ്പോൾ ഹരിച്ച് കുറച്ച് കഴിഞ്ഞാൽ 0. നമുക്ക് ബി കിട്ടി 3. അപ്പോൾ ഇവിടുത്തെ ബി ആയി 3 സെൻറ്റിമീറ്റർ. സംശയം ഗുണിക്കുക. 3 കിട്ടി 24, 24 ഇൻറ്റു 2 48 കിട്ടും. ഇനി 5-ാമത്തെ ചോദ്യം, നീളം അറിയില്ല, അപ്പോൾ എല്ലാം അതുപോലെ ഇടുക. എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് സമം വോളിയം. ഇനി എന്ത് ചെയ്യുക? എൽ എത്രയെന്ന് അറിയില്ല, അപ്പോൾ അതുപോലെ എഴുതുക. എൽ ഇൻറ്റു ബി 2 ഇൻറ്റു എച്ച് എത്രയാണ്? 2 സമം വോളിയം 48. ഇനി എൽ 2 ഇൻറ്റു 2 4, എൽ ഇൻറ്റു 4 സമം 48. ഇനി ഗുണിക്കണം 4 ഈക്വലിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം. എൽ സമം 48 ഹരിക്കണം 4. ഹരിച്ചു നോക്കാം. 48 ഹരിക്കണം 4, ഒരു 4 4 0. ഈ 8 ഇറക്കിയിട്ട് കഴിഞ്ഞാൽ 2 ഇൻറ്റു 4 8. നമുക്ക് എത്ര കിട്ടി? 12. അപ്പോൾ നീളം എത്രയായിരിക്കും? 12. ഇനി ഈ ചോദ്യത്തിൽ നോക്കുകയാണെങ്കിൽ നീളം അറിയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എൽ ഇൻറ്റു വീതിയും ഉയരം എത്രയാണ്? 4. 2 ഇൻറ്റു 4 സമം 80 സമം എൽ ഇൻറ്റു 2 ഇൻറ്റു 4 8 സമം 80. ഇനി നമുക്ക് എല്ല് കണ്ടുപിടിക്കാൻ
ഗുണിക്കണം അങ്ങോട്ട് പോകുമ്പോൾ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം. L സമം 80 ഹരിക്കണം 8. 80 ഹരിക്കണം 8. 8ൻ്റെ ഗുണപട്ടികയിൽ എപ്പോഴാണ് 80 കിട്ടുക? 10 × 8 ഹരിച്ച് നോക്കുന്നത് പകരം ഗുണപട്ടിക നോക്കി എടുത്തു കഴിഞ്ഞാൽ കിട്ടും. 8 × 10 ആണ് 80. അപ്പം നമുക്ക് നീളം കിട്ടി 10. ഇനി 7ാമത്തെ ചോദ്യം, നമുക്ക് വീതിയാണ് കണ്ടുപിടിക്കേണ്ടത്. നീളം അറിയാം, ഉയരം അറിയാം, വ്യാപ്തം അറിയാം. ഇക്വേഷനിൽ L × B × H സമം വോളിയം LUME. വ്യാപ്തം കണ്ടുപിടിക്കാൻ നീളം 14 ഇൻറ്റു B അറിയില്ല ഇൻറ്റു H 5 സമം 210. 14 × 5 ആദ്യം ഗുണിക്കുക. 14 × 5 5 4 20 0 ബാക്കി 2 ഒരു 5 5 5 കൂടെ 2 കൂട്ടിയ 7. 70 ഇൻറ്റു B സമം 210. B സമം 210 ഹരിക്കണം 70. എന്ത് ചെയ്യുക? മേലും താഴെ എത്ര പൂജ്യം ഉണ്ട്? ഒരു പൂജ്യം. അപ്പോൾ ഈ ഓരോ പൂജ്യം വെട്ടിക്കളഞ്ഞ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും B സമം 21/7. 7ൻ്റെ ഗുണപട്ടികയിൽ എപ്പോഴാണ് 21 കിട്ടുന്നത്? ഒരു 7 7 2 7 14 3 7 21. അപ്പോൾ B കിട്ടി എത്രയാണ്? 3. ഇതാണ് പേജ് നമ്പർ 41 വരുന്ന ബോക്സിലെ ചോദ്യം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗം ഡിസ്കസ് ചെയ്യാം. എല്ലാവരും നോട്ടുകൾ തയ്യാറാക്കി പഠിക്കുക. ഒപ്പം ഗുണിച്ചും ഹരിച്ചും നോക്കി തന്നെ ചെയ്ത് നോക്കുക. എല്ലാവരും എന്ത് ചെയ്യാൻ പാടില്ല? കോപ്പി അടിച്ച് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.